അപ്പോൾ ഷിബു ചക്രവർത്തി എങ്ങനെയാ ഈ ഓണത്തിനൊപ്പിച്ച് ഒഴുകാൻ പറ്റുന്നുണ്ടോ അതോ? തീർച്ചയായിട്ടും നമ്മൾ നിൽക്കും. ഞാൻ ഇന്നലെ കണ്ണൂരിൽ നിന്ന് വരുന്നത് എന്റെ പാട്ടിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വരിക അല്ലേ? ഓക്കെ. അപ്പൊ ഏറ്റവും പുതിയ അത് ഏറ്റവും പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ ഇതേവരെയും മ്യൂസിക് ചെയ്യാത്ത ഏറ്റവും പുതിയ ജനറേഷൻ ബാൻഡിന്റെ പിള്ളേര് അവര് ചെയ്ത മ്യൂസിക്കിന് പാട്ടുണ്ടാക്കി അതിന്റെ ഷൂട്ടായിരുന്നു കണ്ണൂരിൽ നിന്നല്ലേ. ഈ 2 അക്ഷരത്തിലും 1 അക്ഷരത്തിലും ഒക്കെ എഴുതേണ്ടി വരൂ. തീർച്ചയായും പറഞ്ഞൊരു വെല്ലുവിളി അതാണല്ലോ. ഏഴക്കൂട്ടം എന്ന് പറയുന്ന പടത്തില് ചൈനീസ് മ്യൂസിക് ഉണ്ട്. ചൈനീസ് മ്യൂസിക്കിന് ഈ പറയുന്ന 2 അക്ഷരം കൊണ്ട് പറ്റുള്ളൂ. ഇല്ലിക്കാടും മാലേയമണിയും മൂക്കിലോരത്തെങ്ങാൻ തിങ്കൾ തെളിഞ്ഞാൽ ആ ഒരു ചൈനീസ് മ്യൂസിക് അതാ മ്യൂസിക് വേണമെന്ന് പറഞ്ഞ് എന്താ, കാരണം ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ്. അപ്പൊ അന്ന് ജോൺസൺ പറഞ്ഞു, എടാ എഴുതാൻ പറ്റില്ല, ഇവിടെ 2 അക്ഷരമുള്ള അത് വെച്ച് മുഴുവൻ പാട്ട് എഴുതേണ്ടി വരും. ഞാൻ പറഞ്ഞു, താൻ തന്റെ പണി എടുത്താൽ മതി, എന്റെ പണി ഞാൻ എന്ന് പറഞ്ഞു വാശിയില് ചൈനീസ് മ്യൂസിക് ചെയ്യിച്ചു. രാത്രി എഴുതാനിരുന്നപ്പോ വിവരം അറിഞ്ഞു, അത് വേറെ കാര്യം. പക്ഷേ എഴുതി ഒപ്പിച്ചു നമ്മള്. അപ്പൊ ഈ ഇങ്ങനെ ഒരു പുതിയ ട്രെൻഡിൽ എഴുതിയതില് ഏറ്റവും താങ്കൾക്ക് ഇഷ്ടം തോന്നിയതാണ്? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഴയ കാലത്താണെങ്കിലും പുതിയ കാലത്താണെങ്കിലും സിനിമ എന്താ ആവശ്യപ്പെടുന്നു, സിറ്റുവേഷൻ അനുസരിച്ച് എഴുതുക. അതെ, അത്രയുള്ള അതിൻ്റെ അകത്ത്. പണ്ടും ഇപ്പൊ നമ്മൾ പച്ചമാങ്ങ നമ്മൾ തന്നെയല്ലേ എഴുതിയത്, ബാഗി ജീൻസ് എഴുതിയത് നമ്മൾ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഓർമ്മകൾ ഓടിക്കളിക്കുക എന്ന് പറയുന്നതിനോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. ആ സിറ്റുവേഷൻ എന്താ ആവശ്യപ്പെടുന്നു, ആ സിനിമ എന്താ ആവശ്യപ്പെടുന്നു, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്, അല്ലാതെ എൻ്റെ ആത്മസംതൃപ്തിക്കല്ല. ഈ ഒരു മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്.